Hello, in this section we are discussing about El Nino and La Nino. El Nino. El Nino is a climatic pattern that describes the unusual warming of surface waters in the eastern equatorial Pacific Ocean. Pacific Oceanന്റെ ഈസ്റ്റേൺ ഇക്വറ്റോറിയൽ ഭാഗത്തുള്ള സർഫസ് ഓഷ്യൻ വാട്ടറിനെ അൺയൂഷ്വൽ ആയിട്ട് ചൂട് പിടിപ്പിക്കുന്ന വാം ചെയ്യുന്ന ഒരു ക്ലൈമാറ്റിക് പാറ്റേണെയാണ് എൽ നിനോ എന്ന് വിളിക്കുന്നത്. എൽ നിനോയുടെ പ്രത്യേകത എൽ നിനോ ഓഷ്യനെ മാത്രമല്ല ട്രേഡ് വിൻഡ്സിനെയും അറ്റ്മോസ്ഫിയറിനെയും ഒക്കെ അത് ബാധിക്കാറുണ്ട്. എൽ നിനോ എന്ന് പറയുന്നത് എൽ നിനോ സദേൺ ഓക്സിലേഷൻ അല്ലെങ്കിൽ എൻസോ എന്ന് വിളിക്കുന്ന ഒരു ഫിനോമിനന്റെ വാം ഫേസ് ആണ്. വാം ഫേസിനെ വിളിക്കുന്ന പേരാണ് എൽ നിനോ. എൽ നിനോ ഓഷ്യൻ ടെമ്പറേച്ചറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഓഷ്യൻ കറൻസിന്റെ സ്പീഡിനെയും സ്ട്രെങ്തിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, കോസ്റ്റലിലെ ഫിഷറീസിന്റെ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ഓസ്ട്രേലിയ തൊട്ട് സൗത്ത് അമേരിക്കയും അല്ലെങ്കിൽ അത് കഴിഞ്ഞ് നമ്മുടെ ഇന്ത്യ വരെയും ഉള്ള ലോക്കൽ വെതർ കണ്ടീഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എൽ നിനോ റെഗുലർ ആയിട്ടല്ല വരുന്നത്, ഇറഗുലർ പാറ്റേൺ ആണ്. ചിലപ്പോൾ 2 വർഷം ഇന്റർവെല്, ചിലപ്പോൾ 3 വർഷം ഇന്റർവെല്, ചിലപ്പോൾ 7 വർഷം വരെ ഇന്റർവെൽ എടുത്തായിരിക്കും എൽ നിനോ ഇവന്റ്സ് ഉണ്ടാവുന്നത്. ഇനി ഇത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഓഷ്യൻ ടൈഡ്സ് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, പക്ഷെ എൽ നിനോ എന്ന് പറയുന്നത് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റാത്തൊരു ഫിനോമിനൻ ആണ്. എൽ നിനോ എന്ന പദം ആദ്യമായി യൂസ് ചെയ്തത് നോർത്തേൺ പെറുവിലുള്ള ഫിഷർമാൻ ആണ്. 19th സെഞ്ചുറിയിലാണ് ഇവരത് യൂസ് ചെയ്യാൻ തുടങ്ങിയത്. എൽ നിനോ എന്ന് പറയുന്ന ഒരു സ്പാനിഷ് വേർഡാണ്. അതിനർത്ഥം എന്ന് പറയുന്നത് ലിറ്റിൽ ബോയ് എന്നാണ്. അതിനെ ക്രൈസ്റ്റ് ചൈൽഡ് അല്ലെങ്കിൽ ചൈൽഡ് ക്രൈസ്റ്റ് എന്ന് വിളിക്കാറുണ്ട്. കാരണം ഡിസംബർ മാസത്തിലെ ക്രിസ്മസ് സീസണിൽ സൗത്തിലോട്ട് വാം ഇക്വറ്റോറിയൽ വാട്ടേഴ്സിന്റെ ഒരു കണ്ടിന്യൂസ് ആനുവൽ ഫ്ലോ ഉണ്ടാവുന്നത് കൊണ്ടാണ് ചൈൽഡ് ക്രൈസ്റ്റ് എന്ന് അതിനെ വിളിക്കുന്നത്. ഇനി 1930s സർ ഗിൽബർട്ട് വോക്കർ സർക്കുലേഷൻ ഒക്കെ കണ്ടെത്തിയ അദ്ദേഹം എൽ നിനോ എന്ന് പറയുന്നത് സദേൺ ഓക്സിലേഷന് സൈമൾട്ടേനിയസ് ആയിട്ട് ഉണ്ടാവുന്ന ഒരു ഫിനോമിനൻ ആണെന്ന് കണ്ടെത്തി. സദേൺ ഓക്സിലേഷൻ എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ പസഫിക് ഓഷ്യന് മുകളിലുള്ള എയർ പ്രഷറിൽ വരുന്ന മാറ്റത്തിനെയാണ്. എൽ നിനോയുടെ സമയത്ത് ഈസ്റ്റേൺ ട്രോപ്പിക്കൽ പസഫിക് ഓഷ്യനിലുള്ള കോസ്റ്റൽ വാട്ടേഴ്സ് വാം ആവുന്നു. അതേസമയം അതിന് തൊട്ട് മുകളിലുള്ള അറ്റ്മോസ്ഫിയറിക് പ്രഷർ കുറയാണ് ചെയ്യുന്നത്. ഇനി ക്ലൈമറ്റോളജിസ്റ്റ് ഈ ഒരു പ്രതിഭാസത്തിനെ വിളിക്കുന്നത് എൻസോ എന്നാണ്. എൽ നിനോ സദേൺ ഓക്സിലേഷൻ എന്നാണ്. പക്ഷെ ഇപ്പോൾ എൻസോ എന്ന പദത്തിന് പകരം എൽ നിനോ എന്ന് മാത്രം വിളിക്കുന്നുമുണ്ട്. ഇനി സയന്റിസ്റ്റ് യൂസ് ചെയ്യുന്ന മറ്റൊരു ഇൻഡെക്സ് ആണ് ഓഷ്യാനിക് നാനോ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഓഷ്യാനിക് നിനോ ഇൻഡെക്സിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നോർമൽ സീ സർഫസ് ടെമ്പറേച്ചറിൽ നിന്നും എത്ര വേരിയേഷൻ ആണ് ഉണ്ടാവുന്നത്. അപ്പോൾ എൽ നിനോ ഇവന്റ്സ് ഉണ്ടാവുന്ന സമയത്ത് നോർമൽ സീ സർഫസ് ടെമ്പറേച്ചറിൽ നിന്നും 0.9 ഫാരൻഹീറ്റ് വരെ അറ്റ്ലീസ്റ്റ് ഒരു 3 മാസം വരെ ഉയർന്നിരിക്കാം. ഇനി ഇന്റൻസിറ്റി എന്ന് പറയുന്നത് വ്യത്യാസപ്പെടാം. ചില സമയത്ത് വീക്ക് ടെമ്പറേച്ചർ ഇൻക്രീസ് ആണ് ഉണ്ടാകുന്നത്. 4 മുതൽ 5 ഡിഗ്രി ഫാരൻഹീറ്റ് ഇൻക്രീസ് ആയിരിക്കും വരുന്നത്. ആ സമയത്ത് മോഡറേറ്റ് ആയിട്ടായിരിക്കും വെതർ കണ്ടീഷനിൽ മാറ്റം വരുന്നത്. അതേസമയം ചില സമയത്ത് വേൾഡ് വൈഡ് ആയിട്ടുള്ള ക്ലൈമാറ്റിക് ചേഞ്ചസ് വരാം. ആ സമയത്ത് 14 മുതൽ 18 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ വ്യത്യാസം വരുന്നതാണ്. ട്രോപ്പിക്കൽ പസഫിക് ഓഷ്യനിൽ നോർമൽ കണ്ടീഷനിൽ എന്താണ് സംഭവിക്കുന്നത് നോക്കാം. നോർമൽ കണ്ടീഷനിൽ സംഭവിക്കുന്നത് അപ്വെല്ലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സാണ്. അപ്വെല്ലിംഗ് എന്ന് പറയുന്നത് ഏതെങ്കിലും വിൻഡിന്റെ സഹായത്തോടുകൂടി ഓഷ്യനിലെ സർഫസ് വാട്ടർ മൂവ് ആവുന്നത് കാരണം താഴെയുള്ള തണുത്ത വെള്ളം മുകളിലെത്തുകയും മുകളിലുള്ള ടെമ്പറേച്ചർ കുറയുകയും ചെയ്യുന്നതിനാണ്. ഈ ട്രോപ്പിക് ഓഫ് ക്യാൻസറിനും ട്രോപ്പിക് ഓഫ് കാപ്രിക്കോനും ഇടയിലുള്ള പസഫിക് ഓഷ്യൻ റീജിയനെയാണ് ട്രോപ്പിക്കൽ പസഫിക് ഓഷ്യൻ എന്ന് പറയുന്നത്. ഈ ട്രോപ്പിക്കൽ പസഫിക് ഓഷ്യനിൽ സാധാരണ രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ട്രേഡ് വിൻഡ്സ് വെസ്റ്റിലോട്ട് ബ്ലോ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള ട്രേഡ് വിൻഡ്സ് വെസ്റ്റിലോട്ട് ബ്ലോ ചെയ്യുമ്പോഴത്തേക്കും വാം ആയിട്ടുള്ള സർഫസ് വാട്ടറും വെസ്റ്റേൺ പസഫിക്കിലോട്ട്, പ്രത്യേകിച്ച് ഏഷ്യ ഓസ്ട്രേലിയ ബോർഡറിലോട്ട് മൂവ് ചെയ്യും. ഈ സമയത്ത് സീ സർഫസ് എന്ന് പറയുന്നതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് നോർമൽ ഹൈറ്റിനെക്കാട്ടും 0.5 മീറ്റർ ഹയർ ആയിരിക്കും. അതുപോലെ 7.2 ഡിഗ്രി സെൽഷ്യസ് ഇന്തോനേഷ്യയിൽ തൊട്ടപ്പുറത്തുള്ള ഇക്വഡോറിനെക്കാട്ടും കൂടുതലും ആയിരിക്കും. ഇനി വാം വാട്ടർ വെസ്റ്റിലോട്ട് മൂവ് ചെയ്യുന്നത് കാരണം മറ്റു പ്രദേശങ്ങൾ കൂളായിട്ട് കാണുന്ന പ്രദേശങ്ങൾ എന്ന് പറയുന്നത് ഇക്വഡോറിന്റെ കോസ്റ്റ്, പെറുവിന്റെ കോസ്റ്റ്, ചിലിയുടെ കോസ്റ്റ് തുടങ്ങിയവയാണ്. ഈ പ്രോസസ്സിനെ അപ്വെല്ലിംഗ് എന്ന് വിളിക്കുന്നു. അപ്പൊ നോർമൽ കണ്ടീഷൻ നമുക്ക് നോക്കാം. ഇവിടെ ഏഷ്യ, ഇവിടെ ഓസ്ട്രേലിയ, നോർത്ത് അമേരിക്ക, സൗത്ത് അമേരിക്ക, പസഫിക് ഓഷ്യന്റെ ട്രോപ്പിക്കൽ ആയിട്ടുള്ള ഭാഗം. ഈ ഭാഗത്ത് ട്രേഡ് വിൻഡ്സ് വെസ്റ്റിലോട്ട് വീശുന്നു. ട്രേഡ് വിൻഡ്സ് വെസ്റ്റിലോട്ട് വീശുന്നത് കാരണം വാം ആയിട്ടുള്ള വാട്ടറും
വെസ്റ്റിലോട്ട്, പ്രത്യേകിച്ച് ഏഷ്യയുടെ താഴെയും ഓസ്ട്രേലിയയുടെ ഭാഗത്തോട്ട് പോകുന്നു. അതുകൊണ്ടാണ് ഇവിടെ ഇന്തോനേഷ്യയുടെ ഭാഗം എന്ന് പറയുന്നത് വളരെയധികം ചൂട് കൂടുന്നത്. ഇനി അതേസമയം സൗത്ത് അമേരിക്കയുടെ ഭാഗങ്ങൾ, പെറു തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ, ചിലി തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ടെമ്പറേച്ചർ വളരെ കുറയുകയും ചെയ്യും. അപ്വെല്ലിംഗ് അല്ലെങ്കിൽ നോർമൽ കണ്ടീഷനിലുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓഷനകത്തുള്ള കോൾഡ് വാട്ടർ യൂഫോട്ടിക് സോൺ അല്ലെങ്കിൽ ഓഷന്റെ അപ്പർ ലെയറിൽ എത്തിച്ചേരുന്നു. ഈ കോൾഡ് വാട്ടറിന്റെ പ്രത്യേകത വളരെ ന്യൂട്രിയൻ റിച്ച് വാട്ടറാണ്. അതായത് നൈട്രേറ്റ്സും ഫോസ്ഫേറ്റ്സും ധാരാളമുണ്ട്. ഇത് ധാരാളം ഉള്ളത് കൊണ്ട് തന്നെ ടൈനി ഓർഗാനിസംസ് ആയ ഫൈറ്റോ പ്ലാന്റൻസും ഇതിനെ ഫോട്ടോസിന്തസിസ് പ്രോസസ്സിന് വേണ്ടി യൂസ് ചെയ്യുകയും കെമിക്കൽ എനർജി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഈ ഫൈറ്റോ പ്ലാന്റൻസിനെ പിന്നീട് ക്ലാംസ് തുടങ്ങിയ ജീവികൾ കൺസ്യൂം ചെയ്യുന്നു. ക്ലാംസിനെ പിന്നീട് ഫിഷും മറൈൻ മാമൽസും ഒക്കെ കൺസ്യൂം ചെയ്യുന്നു. അപ്പോൾ അപ്വെല്ലിംഗ് എന്ന പ്രോസസ്സ് കാരണം ഫുഡ് പ്രൊഡക്ഷൻ മറൈൻ ലൈഫിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഒത്തിരി വെറൈറ്റി ഓഫ് മറൈൻ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്വെല്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. പ്രത്യേകിച്ച് പെറു, ഇക്വഡോർ, ചിലി തുടങ്ങിയ രാജ്യങ്ങൾ സസ്റ്റെയിൻ ചെയ്യുന്നത് തന്നെ അവിടുത്തെ ലാർജസ്റ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഫിഷിങ്ങുമാണ്. പ്രധാനമായിട്ടും ആൻകോവി, സാർഡൈൻ, മെക്രൽ, ഷ്രിംപ്, ട്യൂണ, ഹേക്ക് തുടങ്ങിയ ഫിഷസിനെയൊക്കെ ഇത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അപ്വെല്ലിംഗ് ഗ്ലോബൽ ക്ലൈമറ്റിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. വെസ്റ്റേൺ പസഫിക്കിലെ വാം ഓഷ്യൻ ടെമ്പറേച്ചർ ഇന്തോനേഷ്യയിലും ന്യൂഗിനിയിലും ടെമ്പറേച്ചർ കൂട്ടുന്നത് കാരണം അവിടുത്തെ റെയിൻഫാൾ കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സൗത്ത് അമേരിക്കയിലെ ഭാഗങ്ങളെ, പ്രത്യേകിച്ച് ഈസ്റ്റേൺ പസഫിക് റീജിയനിലെ കൂളാക്കാൻ സഹായിക്കുന്നുണ്ട്. റിലേറ്റീവ് ഡ്രൈ ആയിട്ടുള്ള പ്രദേശമാണ്, പക്ഷെ കൂളാക്കാൻ വേണ്ടി അവിടെ സഹായിക്കുന്നുണ്ട്. എല്ലിനോയുടെ സമയത്ത് എന്താണ് സംഭവിക്കുന്നത് നോക്കാം. എല്ലിനോയുടെ സമയത്ത് വെസ്റ്റിലോട്ട് വീശുന്ന ട്രേഡ് വിൻഡ്സ് ഇക്വേറ്റർ അലോങ് ആയിട്ട് വീക്കാവുന്നു. ഈ വീക്കാവുന്നതിന്റെ ഫലമായിട്ട് എയർ പ്രഷറിലും വിൻഡ് സ്പീഡിലും മാറ്റം ഉണ്ടാവുന്നു. വിൻഡ് സ്പീഡിലെ മാറ്റം കാരണം വാമായിട്ടുള്ള സർഫസ് വാട്ടർ വെസ്റ്റിലോട്ട് മൂവ് ചെയ്യാതെ ഇക്വേറ്ററിന്റെ അലോങ് ആയിട്ട് ഈസ്റ്റിലോട്ട് മൂവ് ചെയ്യുകയും വെസ്റ്റേൺ പസഫിക് ഓഷ്യനിൽ നിന്നും നോർത്തേൺ സൗത്ത് അമേരിക്കൻ കോസ്റ്റിലോട്ട് ഒഴുകുകയും ചെയ്യുന്നു. ഈ സമയത്ത് തെർമോക്ലൈൻ ലെയർ എന്ന് പറയുന്നത് താഴ്ന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. തെർമോക്ലൈൻ എന്ന് പറയുന്നത് അപ്പർ സർഫസ് വാട്ടറിന്റെ ലെയറിനെയും കോൾഡ് വാട്ടറിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ലൈനാണ്. ഈ സമയത്ത് ഇത് 152 മീറ്റർ വരെ, അതായത് 500 ഫീറ്റ് വരെ താഴെ പോകുന്നു. അപ്പോൾ തെർമോക്ലൈൻ ലെയർ താഴെ പോകുമ്പോൾ അവിടെ നോർമൽ അപ്വെല്ലിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നില്ല. കാരണം മുകളിൽ കോൾഡ് വാട്ടർ വരുന്നതിന് പകരം അവിടെ എല്ലാം വാം വാട്ടർ ആയിരിക്കും ഉള്ളത്. അപ്വെല്ലിംഗ് നടക്കാത്തത് കൊണ്ട് തന്നെ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള കോൾഡ് വാട്ടർ ഈസ്റ്റേൺ പസഫിക്കിന്റെ യൂഫോട്ടിക് സോണിൽ എത്തുന്നില്ല. മുകളിൽ എത്താത്തത് കാരണം ഫൈറ്റോ പ്ലാന്റൻസിന്റെ പ്രൊഡക്ഷൻ കുറയുന്നു. അതുവഴി ക്ലാംസിനും ഫിഷസിനും ഒന്നും ഫുഡ് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഫിഷ് പോപ്പുലേഷൻ അവിടെ ചത്തു വീഴുകയോ അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലോട്ട് മൈഗ്രേറ്റ് ചെയ്യുകയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഇക്വറ്റോറിയൻ റീജിയന്റെ അല്ലെങ്കിൽ ഇക്വഡോറിയൻ അല്ലെങ്കിൽ പെറൂവിയൻ, ചിലി റീജിയന്റെ രാജ്യങ്ങളുടെ എക്കോണമിയെ നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു ഇവന്റ് കൂടിയാണ് എൽനിനോ എന്ന് പറയുന്നത്. എൽനിനോ കണ്ടീഷൻസ് നമുക്ക് നോക്കാം. തൊട്ട് മുമ്പ് നമ്മൾ കണ്ടു വാം വാട്ടർ സൗത്ത് അമേരിക്കൻ ഭാഗത്ത് നിന്ന് ഓസ്ട്രേലിയ, ഏഷ്യയുടെ ഭാഗത്തോട്ട് പോകുന്നതാണ്. അതേസമയം എൽനിനോ ഉണ്ടാവുന്ന സമയത്ത് ഓസ്ട്രേലിയയുടെ ഭാഗത്ത് നിന്ന് വാം വാട്ടർ മൂവ്മെന്റ് സൗത്ത് അമേരിക്കയുടെ നോർത്തേൺ ഭാഗത്തിലോട്ട് പുഷ് ചെയ്യുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇത് കാരണം നോർത്ത് അമേരിക്കയിൽ വിന്റർ വാം ആവുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് രണ്ട് ഫിഗറും കൂടെ ഒന്ന് അനലൈസ് ചെയ്യാം. പസഫിക് ഓഷൻ ആ സമയത്ത് നോർമൽ കണ്ടീഷനിൽ കോൾഡ് വാട്ടർ സൗത്ത് അമേരിക്കൻ കോസ്റ്റിൽ പോകുന്നു. വാം വാട്ടർ, ഇക്വറ്റോറിയൽ വാട്ടർ ഓസ്ട്രേലിയയുടെയും അതുപോലെ തന്നെ ഏഷ്യയുടെയും താഴ്ഭാഗത്ത് അക്യൂമുലേറ്റ് ചെയ്യുന്നു. അതേസമയം എൽനിനോ ഇയറിലാണെങ്കിൽ നേരെ തിരിച്ചാണ് സംഭവിക്കുന്നത്. ഓസ്ട്രേലിയയുടെ ഭാഗത്തു നിന്നും സൗത്ത് അമേരിക്കയുടെ നോർത്തേൺ ഭാഗത്തോട്ട് വാം വാട്ടർ വരുന്നു. നോർത്ത് അമേരിക്കയിൽ വാം വിന്റർ കണ്ടീഷനും ഉണ്ട്. എൽനിനോ എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത് നോക്കാം. ക്ലൈമറ്റിനും വെതർ കണ്ടീഷനെ മോഡിഫൈ ചെയ്യുന്ന ഒരു ഫിനോമിനൻ കൂടിയാണ് എൽനിനോ എന്ന് പറയുന്നത്. എൽനിനോ സർഫസ് വാട്ടറിനെ വാമാക്കുന്നത് കാരണം കൺവെക്ഷൻ പ്രോസസ്സ് നടക്കുകയും അത് കാരണം പ്രസിപ്പിറ്റേഷൻ വളരെയധികം കൂടുകയും ചെയ്യും. പ്രത്യേകിച്ച് ഇക്വഡോർ, നോർത്തേൺ പെറു റീജിയനിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള റെയിൻഫോൾ കാരണം കോസ്റ്റൽ ഫ്ലഡിങ്ങും ഇറോഷനും ഉണ്ടാകുന്നു. സൗത്ത് അമേരിക്കയിൽ അത് ഫ്ലഡാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ റീജിയൻസിൽ അത് ഡ്രോട്ട് ഉണ്ടാക്കുന്നു. അവിടെയുള്ള വാട്ടർ സപ്ലൈസ് കുറയുകയും റിസോഴ്സ് ഡ്രൈ ആവുകയും റിവേഴ്സ് ലെസ് വാട്ടർ ക്യാരി ചെയ്യുകയും ഇറിഗേഷൻ അത് കാരണം നടക്കാതിരിക്കുകയും അഗ്രികൾച്ചറിനെയും അത് ബാധിക്കുന്നു. എൽനിനോ ഗ്ലോബൽ അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷനെയും ബാധിക്കുന്നുണ്ട്.
ഗ്ലോബൽ അറ്റ്മോസ്ഫിയറിക് സർക്കുലേഷനിൽ ലാർജ് സ്കെയിലായിട്ട് തെർമൽ എനർജി അല്ലെങ്കിൽ ഹീറ്റ് എനർജി അത് എർത്തിന്റെ സർഫസിൽ ആകമാനം വ്യാപിപ്പിക്കുന്നു. ഈസ്റ്റിലോട്ട് ഓഷ്യാനിക് വാട്ടറും വാമായിട്ടുള്ള ഓഷ്യാനിക് വാട്ടറും അറ്റ്മോസ്ഫിയറിക് ഹീറ്റും ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ വിന്റർ വെതർ പ്രത്യേകിച്ച് നോർത്ത് അമേരിക്കയിലെയും സൗത്ത് അമേരിക്കയിലെ ഹൈ ലാറ്റിറ്റ്യൂഡ്സിൽ അൺയൂഷ്വൽ ആയിട്ടാണ് കാണപ്പെടുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ കാലിഫോർണിയ, വാഷിംഗ്ടണിൽ കോൾഡ് വിന്റേഴ്സ് എക്സ്റ്റെൻഡ് ചെയ്യാൻ കാരണമെന്ന് പറയുന്നത് എൽനിനോ ആണ്. ഫ്ലേവേഴ്സ് ഓഫ് എൽനിനോ. എൽനിനോ കൊണ്ടുണ്ടാകുന്ന വേരിയേഷൻസിനെയാണ് ഫ്ലേവേഴ്സ് ഓഫ് എൽനിനോ എന്ന് വിളിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, എൽനിനോ ഈവന്റിന്റെ ഇടയിലുള്ള ട്രാൻസിഷൻ പീരീഡിനെയാണ് ട്രാൻസ്നിനോ എന്ന് വിളിക്കുന്നത്. ട്രാൻസ്നിനോ എന്ന് പറയുന്നത് എൽനിനോ ഇവന്റിന് തൊട്ട് മുമ്പോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ ഉണ്ടാകുന്ന ഒരു ഫിനോമിനനാണ്. ട്രാൻസ്നിനോ കാരണം ഉണ്ടാകുന്നത് അമേരിക്കൻ മിഡ്വെസ്റ്റിൽ ടൊർണാഡോ ആക്ടിവിറ്റി വളരെയധികം കൂടുന്നുണ്ട്. അതുപോലെ മറ്റൊരു ഫ്ലേവർ ആണ് എൽനിനോ മൊഡോക്കി അല്ലെങ്കിൽ മൊഡോക്കിനിനോ എന്ന് പറയുന്നത്. മൊഡോക്കി എന്ന് പറയുന്നത് ജാപ്പനീസ് വേർഡ് ആണ്. അതിനർത്ഥം സിമിലർ ബട്ട് ഡിഫറെന്റ് എന്നാണ്. മൊഡോക്കി നിനോ ഒക്കെ ചെയ്യുന്നത് സെൻട്രൽ പസഫിക്കിലാണ്, സെൻട്രൽ പസഫിക് ഓഷനിലാണ്. ഈസ്റ്റേൺ പസഫിക് റീജിയനും മാറി സെൻട്രൽ പസഫിക് ഓഷനിലുള്ള സീ സർഫസ് ടെമ്പറേച്ചർ കൂട്ടുന്ന ഫിനോമിനയാണ് സെൻട്രൽ പസഫിക് നിനോ അല്ലെങ്കിൽ എൽനിനോ മൊഡോക്കി എന്ന് വിളിക്കുന്നത്. ലാനിനോ. എൽനിനോയുടെ സൈക്ലിക് കൗണ്ടർ പാർട്ടാണ് ലാനിനോ എന്ന് പറയുന്നത്. ഇത് പസഫിക് ഓഷനിലെ വെസ്റ്റേൺ കോസ്റ്റിലെ പ്രത്യേകിച്ച് സൗത്ത് അമേരിക്കൻ കോസ്റ്റിലെ സർഫസ് വാട്ടറിനെ കൂളാക്കിയാണ് ചെയ്യുന്നത്. എൽനിനോയുടെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള വെതർ അല്ലെങ്കിൽ ക്ലൈമാറ്റിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ ലോക്കൽ ഇഫക്ട്സ് ആണ് ലാനിനോ ഉണ്ടാക്കുന്നത്. എൽനിനോ പോലെ തന്നെ ഇറഗുലർ ഇന്റർവെൽസിലാണ് 2 വർഷമോ അല്ലെങ്കിൽ 2 മുതൽ 7 വർഷത്തിനിടയിലാണ് ലാനിനോയും ഉണ്ടാകുന്നത്. സീ സർഫസ് ടെമ്പറേച്ചറിനെ 0.5 ഡിഗ്രി സെൽഷ്യസ് വരെ ലാനിനോ കുറയ്ക്കുന്നുണ്ട്. അതായത് സക്സസീവ് ആയിട്ടുള്ള അറ്റ്ലീസ്റ്റ് ഒരു 3 മന്തിലോട്ട് അല്ലെങ്കിൽ ഒരു 5 മന്തിലോട്ട് വരെ ലാനിനോ ടെമ്പറേച്ചർ കുറയ്ക്കുന്നുണ്ട്. ലാനിനോ ലോക്കലായിട്ട് നോക്കുമ്പോൾ പല ഭാഗത്തും പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നെങ്കിലും ഗ്ലോബലായി നോക്കുമ്പോൾ കുറെ ഭാഗങ്ങളിൽ അത് നെഗറ്റീവ് ഇമ്പാക്റ്റും ഉണ്ടാക്കുന്നുണ്ട്. ലാനിനോ എന്ന് പറയുന്ന ഒരു സ്പാനിഷ് വേർഡാണ്, മീനിങ് ലിറ്റിൽ ഗേൾ. ലാനിനെ ചില സമയത്ത് ആന്റി എൽനിനോ എന്നും കോൾഡ് ഈവന്റ് എന്നും എൽ വിജോ എന്നും വിളിക്കാറുണ്ട്. ലാനിനോ വരുന്ന സമയത്ത് ട്രേഡ് വിൻഡ്സ് സാധാരണ രീതിയെക്കാട്ടും വളരെയധികം ശക്തമാവുകയും അത് ഏഷ്യയിലോട്ട് വാം വാട്ടേഴ്സിനെ പുഷ് ചെയ്യുകയും ചെയ്യുന്നു. ഏഷ്യയിലോട്ട് വാം വാട്ടറിനെ പുഷ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് നോർത്ത് അമേരിക്കയുടെയും സൗത്ത് അമേരിക്കയുടെയും വെസ്റ്റ് കോസ്റ്റിൽ അപ്വെല്ലിംഗ് ഉണ്ടാവുകയും അത് കാരണം കോൾഡ് ആയിട്ടുള്ള ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള വാട്ടർ സർഫസിൽ എത്തുകയും ചെയ്യുന്നു. ഇത്തരത്തിലുള്ള കോൾഡ് വാട്ടർ പസഫിക്കിൽ എത്തുന്നതിന്റെ ഫലമായിട്ട് അവിടെ ഉണ്ടായിരിക്കുന്ന ജെറ്റ് സ്ട്രീമിനെ ഇത് നോർത്തിലോട്ട് പുഷ് ചെയ്യുന്നു. ഇതിന്റെ ഫലമായിട്ട് സദേൺ US ഡ്രോട്ട് ഉണ്ടാകുകയും അതേസമയം നോർത്ത് വെസ്റ്റേൺ പസഫിക്കിലും കാനഡയിലും ഹെവി റെയിൻസും ഫ്ലഡിംഗ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി ലാനിനോ ഇയറിന്റെ പ്രത്യേകത, സൗത്തിലോട്ട് വരുമ്പോൾ വിന്റർ ടെമ്പറേച്ചർ സാധാരണ ടെമ്പറേച്ചറിനെക്കാട്ടും വാമർ ആയിട്ടാണ് കാണപ്പെടുന്നത്. അതേസമയം നോർത്തിലോട്ട് പോകുമ്പോൾ വിന്റർ ടെമ്പറേച്ചർ സാധാരണ ഉള്ള ടെമ്പറേച്ചറിനെക്കാട്ടും കുറവായിരിക്കും കാണുന്നത്. ഇനി ലാനിനോ എന്ന് പറയുന്നത് ഹറിക്കെയിൻ സീസണും കാരണമാവാറുണ്ട്. അപ്പോൾ വെസ്റ്റേൺ പസഫിക് കോസ്റ്റിന്റെ വാട്ടറിനെ ലാനിനോ കോൾഡ് ആക്കുന്നു, ന്യൂട്രിയൻസ് പതിവിലും കൂടുതലായിട്ട് ഉണ്ടാകുന്നു. അതുകൊണ്ട് തന്നെ ഒത്തിരി മറൈൻ സ്പീഷീസിനെ അത് സപ്പോർട്ട് ചെയ്യുന്നു. പ്രത്യേകിച്ച് കോൾഡ് വാട്ടർ സ്പീഷീസ് ആയ സ്ക്യൂഡ്, സാൽമൺ തുടങ്ങിയ സ്പീഷീസിനെ അത് ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, പ്രത്യേകിച്ച് കാലിഫോർണിയൻ കോസ്റ്റിൽ. അപ്പോൾ നോർമൽ കണ്ടീഷൻസ് നമുക്ക് ഒന്നുകൂടെ നോക്കാം. നോർമൽ കണ്ടീഷനിൽ സൗത്ത് അമേരിക്കൻ കോസ്റ്റിൽ അപ്വെല്ലിംഗ് നടക്കുന്നു. അതേസമയം ഓസ്ട്രേലിയ അല്ലെങ്കിൽ ഏഷ്യൻ കോസ്റ്റിൽ വാം വാട്ടേഴ്സിനെ ട്രേഡ് വിൻഡ്സ് പുഷ് ചെയ്യുന്നു. ഇനി ലാനിനോ കണ്ടീഷനിൽ അപ്വെല്ലിംഗ് വളരെ ശക്തമായിട്ടാണ് നടക്കുന്നത്. ഈ ഇത്രയും ഭാഗത്തല്ല നടക്കുന്നത്, സൗത്ത് അമേരിക്കയിലെ നോർത്ത് അമേരിക്കൻ ഭാഗം വരെ അപ്വെല്ലിംഗ് നടക്കുന്നുണ്ട്. ഇനി നോർത്ത് അമേരിക്കയുടെ സൗത്ത് ഭാഗത്ത് ഡ്രൈ ആയിട്ടുള്ള വാം വെതറാണ്, അതേസമയം നോർത്തേൺ ഭാഗത്ത് കൂൾ ആയിട്ടുള്ള വെറ്റ് വെതറാണ്. ഇനി ട്രേഡ് വിൻഡ്സ് വളരെ ശക്തമായി പോകുന്നത് കൊണ്ട് തന്നെ വാം വാട്ടേഴ്സ് കുറച്ചുകൂടെ ഏഷ്യയുടെ കുറച്ച് മുകൾ ഭാഗം വരെയും സ്പ്രെഡ് ആവുന്നുമുണ്ട്. വിന്റർ സീസണിൽ ലാനിനോ എങ്ങനെ ബാധിക്കുന്നു എന്ന് നോക്കാം. ഇത് നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റ് ആണ്. ഈസ്റ്റേൺ പസഫിക് ഓഷനാണ് ഇവിടെ കാണപ്പെടുന്നത്. എൽനിനോയുടെ സമയത്ത് ഇവിടെ ലോ പ്രഷറാണ് കാണപ്പെടുന്നത്. നോർത്ത് അമേരിക്കൻ കോണ്ടിനെന്റ് നോർത്തേൺ ഭാഗത്ത് വാമർ കണ്ടീഷൻ ഉണ്ടാകുന്നു. പസഫിക് ജെറ്റ് സ്ട്രീം എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയുടെ ഏതാണ്ട് സദേൺ ഭാഗത്തൂടെ കടന്നു പോകുന്നു. ഈ ജെറ്റ് സ്ട്രീം കടന്നു പോകുന്നതിന്റെ ഈ ഭാഗത്ത് വെറ്റർ കണ്ടീഷനും നടുക്കുള്ള ഭാഗത്ത് കോൾഡർ കണ്ടീഷനും തൊട്ട് മുകളിലുള്ള ഭാഗത്ത് ഡ്രയർ കണ്ടീഷനും എക്സ്പീരിയൻസ് ചെയ്യുന്നു. അതേസമയം ലാനിനോയുടെ സമയത്ത് ഇവിടെ ലോ പ്രഷർ മാറി ഹൈ പ്രഷർ ആകുന്നു.
പസഫിക് ജെറ്റ് സ്ട്രീം മാറി വേരിയബിൾ ആയിട്ടുള്ള പോളാർ ജെറ്റ് സ്ട്രീം നോർത്തിൽ കൂടെ കടന്നു പോകുന്നു. വാമർ കണ്ടീഷൻ നോർത്തിൽ മാറി ഇവിടെ കോൾഡർ കണ്ടീഷൻ ആവുന്നു. ഈ ഭാഗത്ത് പ്രത്യേകിച്ച് ഒന്നുമില്ല, അവിടെ വെറ്റർ കണ്ടീഷൻ ആവുന്നു. ഇവിടെ ഡ്രയർ ആയിട്ടിരുന്നിടത്തും വീണ്ടും വെറ്റർ കണ്ടീഷൻ വരുന്നു. കോൾഡർ ആയിട്ടിരുന്ന പ്ലേസിൽ ഡ്രയർ കണ്ടീഷൻ, ആ ഡ്രയർ കണ്ടീഷൻ സൗത്തിൽ മൊത്തം സ്പ്രെഡ് ആവുന്നുണ്ട്. ഈ ഭാഗത്ത് വാമർ കണ്ടീഷനും കാണപ്പെടുന്നു. നമുക്ക് മൂന്ന് കണ്ടീഷൻസും ഒന്നും കൂടെ അനലൈസ് ചെയ്ത് നോക്കാം. നോർമൽ കണ്ടീഷനിൽ സൗത്ത് അമേരിക്കൻ കോസ്റ്റിൽ അപ്വെല്ലിംഗ് ഉണ്ടാവുകയും ട്രേഡ് വിൻഡ്സ് വെസ്റ്റിലോട്ട് മൂവ് ചെയ്യുകയും ചെയ്യുന്നു. വാം വാട്ടർ ഓസ്ട്രേലിയയുടെ ഭാഗത്തോട്ട് എത്തിച്ചേരുന്നു. ഇനി എൽനിനോ സമയത്താകുമ്പോഴത്തേക്കും ട്രേഡ് വിൻഡ്സ് വീക്ക് ആവുകയും വെസ്റ്റിലോട്ട് പോകുന്നതിന് പകരം ഈസ്റ്റിലോട്ട്, അതായത് സൗത്ത് അമേരിക്കയുടെ നോർത്ത് അമേരിക്കൻ കോസ്റ്റിലോട്ട് വാം വാട്ടർ മൂവ്മെന്റ് എത്തുകയും ചെയ്യുന്നു. നോർത്ത് അമേരിക്കയുടെ ഭാഗത്ത് വളരെയധികം വാം ആയിട്ടുള്ള വിന്റർ കണ്ടീഷനും ഡ്രൈ കണ്ടീഷനും എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഇനി ലാനിനോയുടെ സമയത്ത് നോർമൽ കണ്ടീഷനെക്കാട്ടും വളരെ ശക്തമായിട്ടുള്ള ട്രേഡ് വിൻഡ്സ് ഉണ്ടാവുകയും അപ്വെല്ലിംഗ് വളരെ കൂടുതലായിട്ട് ഉണ്ടാവുകയും വാം വാട്ടേഴ്സ് ഓസ്ട്രേലിയയിലും അതുപോലെ തന്നെ ഏഷ്യയുടെ ഭാഗങ്ങളിലോട്ട് വളരെ ശക്തമായി എത്തിച്ചേരുകയും ചെയ്യുന്നു. അതിന്റെ ഫലമായിട്ട് നോർത്ത് അമേരിക്കയുടെ നോർത്ത് ഭാഗത്ത് കൂൾ വെറ്റ് വെതറും അതായത് നോർത്ത് അമേരിക്കയുടെ സദേൺ ഭാഗത്ത് ഡ്രൈ വാം വെതർ കണ്ടീഷൻസും ഉണ്ടാവും.